ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തേത് റമദാൻ 1 എടുത്ത വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇപ്പം തന്നെ ഒരു ലൈക്കും കൂടെ തന്നേക്കണേ. അപ്പോൾ ഇതിൽ അത്താഴത്തിന് എണീറ്റതും പിന്നെ നോമ്പ് തുറ പ്രിപ്പറേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ നോമ്പ് എല്ലാവരും എടുത്ത് കാണുമെന്ന് കരുതുന്നു. ആദ്യത്തെ നോമ്പായതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ അത്താഴത്തിന് എണീക്കണം എന്ന് വിചാരിച്ചതുപോലെ തന്നെ നേരത്തെ എണീക്കാനായിട്ട് പറ്റി. ഫുഡൊക്കെ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചത് കൊണ്ട് തന്നെ എല്ലാം ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയായിരുന്നു. ചോറ് ഞാൻ തിളപ്പിക്കാറില്ല, ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് ആവി കയറ്റി എടുക്കും. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചാണ് ആവി കയറ്റി എടുക്കാറ്. പിന്നെ ഉപ്പേരിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കറി ഫ്രിഡ്ജിലാണ് വെച്ചത്, അതൊക്കെ ഒന്ന് എടുത്ത് ചൂടാക്കി എടുക്കുന്നുണ്ട്. തലേന്ന് തന്നെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചാൽ അത്താഴത്തിന് എണീക്കുമ്പോൾ അത്ര പണിയൊന്നും ഉണ്ടാവില്ല. എല്ലാം ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. അതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി ഞങ്ങൾ 3 ഒരുമിച്ച് തന്നെ ഇരുന്ന് കഴിച്ചു. മോൾക്കും നോമ്പ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവളെയും അത്താഴത്തിന് എണീപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. മോള് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് നോമ്പ് എടുക്കാൻ. കഴിഞ്ഞ വർഷം മുതലാണ് അവൾ നോമ്പ് എടുത്ത് തുടങ്ങിയത് തന്നെ. അന്ന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഇത്തവണയും നല്ല ക്ഷീണമുണ്ട്. എന്തായാലും എല്ലാവർക്കും നോമ്പ് എടുക്കാനും പൂർത്തിയാക്കാനൊക്കെ കഴിയട്ടെ. ആയി ഓടിക്കുന്ന ടൈമിൽ പുറത്തേക്കൊന്ന് നോക്കിയതാ, നല്ല ഇരുട്ടുണ്ടായിരുന്നു. വേഗം ഡോർ അടിച്ച് അകത്തേക്ക് വന്നു. പിന്നെ ഇത്ര നേരത്തെ എണീറ്റ് ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് കഴിക്കാനൊന്നും തോന്നില്ല. പിന്നെ കുറച്ചങ്ങെടുത്ത് കഴിക്കും. ചായയാണ് മെയിനായിട്ട് വേണ്ടിയിരുന്നത്. ചായയൊക്കെ വേഗം റെഡിയാക്കി കുടിച്ചത് അതുകൊണ്ടാണ്. സമയം നോക്കിയപ്പോൾ 4 മണി ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. കിച്ചണും ക്ലീൻ ആക്കി. കട്ട് ചെയ്ത തണ്ണിമത്തൻ്റെ ബാലൻസും ഫ്രിഡ്ജിൽ വെച്ച് കിച്ചൺ ക്ലോസ് ചെയ്തു. ഇനി പ്രയറിൻ്റെ ടൈമാണ്. നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടതും ഈ ഒരു ടൈമാണ്. ഇതിന് ശേഷമുള്ള വീഡിയോസൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് ഇഫ്താറിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ചെയ്യുമ്പോഴായിരുന്നു. നേരത്തെ എല്ലാം ഒരുക്കി വയ്ക്കാമെന്ന് കരുതി തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് വെച്ചു. പിന്നെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചു. ജ്യൂസും ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഇന്ന് സിമ്പിളായിട്ട് ഒരു ബിരിയാണി തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചിട്ടാ. ആദ്യം വേറൊരു റെസിപ്പിയാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ആദ്യത്തെ നോമ്പായതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെറിയൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. ക്ഷീണം ഉണ്ടെങ്കിലും ആദ്യത്തെ നോമ്പിൻ്റെ ഇൻട്രസ്റ്റും സന്തോഷമൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ അങ്ങനെ പോയി. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? നോമ്പ് എല്ലാവർക്കും റാഹത്തായോ? അപ്പോൾ ബിരിയാണിക്ക് വേണ്ടി അരിയൊക്കെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചു. ബാസ്മതി റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എണ്ണക്കടി വേണ്ടാന്ന് വിചാരിച്ചതാ. പിന്നെ മോൾക്ക് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാനിത് റെഡിയാക്കിയതാ. ഉള്ളി ബജി എന്നോ ഉള്ളിവട എന്നൊക്കെ പറയാം. നല്ല ടേസ്റ്റുള്ള ഈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇതുപോലെ ആക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. സമയമാകുമ്പോൾ എടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് കരുതി. ഇനി ബിരിയാണിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഫുൾ റെസിപ്പിയൊന്നും ഞാൻ എടുത്തിട്ടില്ല. അവിടെ ആയിട്ടുള്ള കുറച്ച് ക്ലിപ്സ് മാത്രമേ ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞങ്ങളുടെ നോമ്പ് തുറ എന്ന് പറയുമ്പോൾ വലിയ ആർഭാടങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. സിമ്പിളായിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാവാറുള്ളൂ. മറ്റുള്ളവരെ കാണിക്കാനും വേണ്ടി ഒന്നും അധികമായിട്ട് ചെയ്യാറില്ല ഞങ്ങൾ. ചിലരുടെ നോമ്പ് തുറയിൽ എണ്ണാൻ പറ്റാത്ത അത്രയും വിഭവങ്ങളും പലഹാരങ്ങളും ഒക്കെ ഉണ്ടാവും. എൻ്റെ വീഡിയോസിൽ അതൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. പിന്നെ ഇന്ന് ആദ്യത്തെ നോമ്പായതുകൊണ്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. നോമ്പിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ടെങ്കിലും ഫുഡിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും കൂടിയാണ് നോമ്പ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വേസ്റ്റ് ആവുന്ന തരത്തിൽ ഫുഡ് റെഡിയാക്കാനോ നിരത്തി വെക്കാനോ ഒന്നും തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പിന്നെ ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് ധാരാളമാണ്. ഇത്ര പോലും കിട്ടാത്തവർ ഒത്തിരി പേരുണ്ടാവുമല്ലേ. അപ്പോൾ നമ്മൾ ഫുഡ് എപ്പോഴും ആവശ്യത്തിന് മാത്രം എടുക്കാനായിട്ട് നോക്കുക. പിന്നെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ അത് അവർ ചെയ്യുന്നതിൽ നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. അതൊക്കെ അവരുടെ പ്രൈവസി അല്ലേ, അതൊക്കെ അങ്ങനെ പോയിക്കോട്ടെ. അങ്ങനെ ചോറും റെഡിയാക്കി, ചിക്കൻ്റെ ഗ്രേവിയും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ദം ചെയ്തെടുക്കുന്നുണ്ട്. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ളൊരു ദമ്മിടലായിരുന്നു. അങ്ങനെ ചോറൊക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ റെഡിയാക്കി വരുന്നു. പിന്നെ സമയമാവുമ്പോൾ എടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒരു ഐറ്റം. അങ്ങനെ നമ്മുടെ ഉള്ളി ബജി ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഓരോരോ ബാച്ചായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലതുപോലെ മൊരിയിച്ചെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. എളുപ്പത്തിൽ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ റെസിപ്പി പറ്റിയ ഷോർട്സ് ആയിട്ട് കൊടുക്കാൻ നോക്കാം.
പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നല്ലതുപോലെ ഉണ്ട്. ഞാനിപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ വേഗം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ആയപ്പോൾ എല്ലാം ടേബിളിൽ കൊണ്ട് വെച്ചു. മോള് നോമ്പ് വിട്ടിട്ടില്ല. ക്ഷീണം ഉണ്ടെങ്കിലും നോമ്പ് വിടാനൊന്നും നിന്നില്ല. ഇക്ക പള്ളിയിൽ നിസ്കരിക്കാനായിട്ട് പോയിരിക്കുക. അപ്പോൾ നോമ്പ് തുറന്നിട്ടേ വരൂ. വന്നിട്ടായിരിക്കും ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കുക. ബാങ്ക് കേട്ട വഴിക്ക് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു. വെള്ളവും ഈന്തപ്പഴമൊക്കെ കഴിച്ച ശേഷമാണ് വീഡിയോൻ്റെ കാര്യം ഓർമ്മ വന്നത്. പിന്നെ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും അൽഹംദുലില്ലാഹ് നോമ്പൊക്കെ റാഹത്തായി. ഇനി പ്രയറിൻ്റെ ടൈമാണ്. അത് കഴിഞ്ഞാണ് ഫുഡ് കഴിക്കാറ്. എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാറില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.